US ഗ്രീൻ കാർഡ് അപേക്ഷകർ രാജ്യം വിടണമെന്ന തരത്തിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശം ആഗോള തലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത്. മെയ് 21 ഉത്തരവ് പ്രകാരം താൽക്കാലിക വിസയിലുള്ളവർ ഗ്രീൻ കാർഡ് നടപടികൾക്കായി സ്വന്തം നാട്ടിലെ US എംബസികളെ സമീപിക്കണമെന്ന നിബന്ധന കടുത്ത പരിഭ്രാന്തിയാണ് പലർക്കും ഉണ്ടാക്കിയത്. എന്നാൽ US ഹോംലാൻഡ് ആൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഇതിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ഇന്ത്യൻ IT ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. US സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്ന ഭൂരിഭാഗം പേർക്കും രാജ്യം വിടാതെ തന്നെ ഗ്രീൻ കാർഡ് നടപടികൾ പൂർത്തിയാക്കാമെന്നാണ് പുതിയ വിശദീകരണം. US-ൽ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകർ രാജ്യം വിടണമെന്ന തരത്തിൽ വന്ന US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ചില മാർഗനിർദ്ദേശങ്ങളിലായിരുന്നു നേരത്തെ ചില വ്യക്തത കുറവുണ്ടായിരുന്നത്. ഗ്രീൻ കാർഡ് അപേക്ഷ നൽകണമെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി പോകണമെന്ന നിർദ്ദേശത്തിനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അപേക്ഷകർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടതില്ലെന്നും ഭൂരിഭാഗം പേർക്കും US-ൽ തുടർന്നുകൊണ്ട് തന്നെ നടപടികൾ പൂർത്തിയാക്കാമെന്നുമാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. US-ലെ IT ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലകളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ വിശദീകരണം പുറത്തുവരുന്നത്. വിദ്യാർത്ഥി, ടൂറിസ്റ്റ്, താൽക്കാലിക തൊഴിൽ വിസകൾ എന്നിവയിൽ US-ൽ എത്തിയവർ ഗ്രീൻ കാർഡിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷകൾ US-നുള്ളിൽ വെച്ച് നൽകുന്നതിന് പകരം സ്വന്തം നാട്ടിലെ US എംബസികൾ വഴി അപേക്ഷിക്കണമെന്നായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ US-ൽ തുടർന്നുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് അനുവദിക്കൂവെന്നും ഇമിഗ്രേഷൻ ഓഫീസർമാരുടെ വിവേചനാധികാരത്തിന് അനുസരിച്ചായിരിക്കും ഇതെന്നും വ്യക്തമാക്കിയതോടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് വലിയ ആശങ്കയാണ് ഉണ്ടായത്. റിപ്പോർട്ട് അനുസരിച്ച് H1B, L1 തുടങ്ങിയ ഡ്യുവൽ ഇന്റന്റ് വിസകളിലുള്ള ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകളെ ഈ നിയമം കാര്യമായി ബാധിക്കില്ല. US സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവന നൽകുന്നവരും നിയമം പാലിച്ച് ജീവിക്കുന്നവരുമായ ഭൂരിഭാഗം പേർക്കും US-ൽ തുടർന്നുകൊണ്ട് തന്നെ ഗ്രീൻ കാർഡ് പ്രോസസ് ചെയ്യാമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ US-ന്റെ താല്പര്യങ്ങൾക്ക് അത്രത്തോളം അനിവാര്യമല്ലാത്തവരും US-ലെ താമസത്തിനിടയിൽ നിയമലംഘനങ്ങളോ സംശയാസ്പദമായ പശ്ചാത്തലമോ ഉള്ളവരും ഗ്രീൻ കാർഡിനായി സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരും. ലഭ്യമായ റിപ്പോർട്ട് അനുസരിച്ച് താൽക്കാലിക വിസയിൽ US-ൽ താമസിക്കുന്നവർക്ക് US ഭരണകൂടം പുറത്തിറക്കിയ പുതിയ ഉത്തരവിലും പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നാൽ US-ന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഗുണം ചെയ്യുന്ന പ്രവാസികൾക്ക് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ സാധിക്കും. ഉയർന്ന പ്രൊഫഷണൽ യോഗ്യതയുള്ള H1B, L1 വിസക്കാർക്ക് ഈ പുതിയ വിശദീകരണം താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും US ഇമിഗ്രേഷൻ രംഗത്തു നിന്നുണ്ടാകുന്ന ഈ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ പ്രവാസികൾക്ക് വരും ദിനങ്ങളിൽ വലിയ വെല്ലുവിളിയാകും. ഭാവിയിൽ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ പദ്ധതിയിടുന്ന മലയാളി വിദ്യാർത്ഥികളും താൽക്കാലിക ജീവനക്കാരും തങ്ങളുടെ വിസ സ്റ്റേറ്റസ് കൃത്യമായി നിലനിർത്താൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരും. US കമ്പനികൾ തങ്ങളുടെ വിദേശ ജീവനക്കാരുടെ നിയമപരമായ രേഖകൾ പുനഃപരിശോധിക്കുന്നതിലേക്ക് നയിക്കാൻ ഈ പുതിയ നിയന്ത്രണങ്ങൾ കാരണമായേക്കാം. പ്രവാസികൾക്കിടയിൽ പടർന്ന കടുത്ത ആശങ്കകൾക്ക് ഹോംലാൻഡ് സെക്യൂരിറ്റി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് പുതിയ വിശദീകരണം താൽക്കാലിക ശമനം നൽകുന്നുണ്ട്. H1B വിസയിലുള്ള ഭൂരിഭാഗം ഇന്ത്യൻ IT വിദഗ്ധരെയും ഈ നിയമം ദോഷകരമായി ബാധിക്കില്ലെന്ന വാർത്ത ആശ്വാസം തന്നെയാണ്. എങ്കിലും അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുന്ന ഈ കർശനമായ മാറ്റങ്ങൾ വരും തലമുറയ്ക്ക് US സ്വപ്നങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന സൂചനയാണ് നൽകുന്നത്. നിയമങ്ങൾ കർശനമായി പാലിക്കുന്നവർക്ക് അമേരിക്കയിൽ തുടരാൻ സാധിക്കുമെങ്കിലും വരും ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ നടപടികളിൽ കൂടുതൽ സുതാര്യതയും ജാഗ്രതയും പുലർത്തുക എന്നത് ഓരോ പ്രവാസിക്കും അനിവാര്യമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാലോ, അടുത്ത കാലത്തായിട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമായതല്ല. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിൽ വന്ന ശേഷം കുടിയേറ്റ നിയമങ്ങളിലെല്ലാം വലിയ മാറ്റവും കടുംപിടുത്തവും ഒക്കെയാണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന ഏതൊരു തീരുമാനവും ഇന്ത്യൻ പ്രവാസികൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒന്നുകൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ. അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ പോലും പെട്രോളിനും ഡീസലിന്റെയും വില കൂട്ടിയതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന രീതിയിലേക്ക് ട്രംപിന്റെ തീരുമാനങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും അടുത്ത കാലത്തായി അത്ര സുഖകരമല്ലാത്തതാണ്. എന്തായാലും അമേരിക്കയിൽ തുടരാൻ മുമ്പത്തേക്കാൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്.